അഷ്ടമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തല കളരിക്കൽ, പാലക്കാട്. എല്ലാ തുലാരാശിക്കാർക്കും 2024 പുതുവർഷം എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മുടെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും വിശദാംശങ്ങൾ വീഡിയോ ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന വർഷം നമുക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ചെറിയ ചെറിയ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിൽ വരാം. അല്ലാത്തവർക്ക് ദൂരെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ എല്ലാ തുലാരാശിക്കാർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. (2024) വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സാമ്പത്തികപരമായിട്ട് വളരെ പുരോഗതിയുള്ള ഒരു വർഷമായിട്ട് തുലാരാശിക്കാർക്ക് കാത്തിരിക്കുന്നു. എല്ലാ മേഖലകളിലും കാര്യമാത്ര വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടും കാര്യപ്രാപ്തി വർദ്ധിക്കുകയും എല്ലാ പ്രവൃത്തികളിലും വിജയങ്ങൾ കൈവരിക്കാനും ശ്രമങ്ങളെല്ലാം വിജയത്തിൽ എത്തിക്കാനും സാധിക്കുന്ന ഒരു വർഷമായിട്ട് സൂചിപ്പിക്കുന്നു. ഒരുപാട് നല്ല അവസരങ്ങൾ ഈ വർഷം തുലാരാശിക്കാരെ കാത്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും, ദൈവാനുഗ്രഹമുള്ള ഒരു സമയമായിട്ട് സൂചിപ്പിക്കുന്നു. ശുഭമംഗളകർമ്മങ്ങൾ നടക്കാനും നടത്തിക്കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ, സമാധാനങ്ങൾ, ദൈവാനുഗ്രഹം എന്നിവ വന്നു ചേരുകയും എല്ലാ ഭാഗ്യയോഗങ്ങളും നമുക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ വർഷം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൂരദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോവാനായിക്കൊണ്ടുള്ള യോഗങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു. ഒരുപാട് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം ധനം ചെലവഴിക്കാനുള്ള സാധ്യതകളും ആഡംബരതയ്ക്ക് വേണ്ടി കുറെ പണം ചെലവഴിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങൾ നമ്മൾ കണക്കാക്കേണ്ടതില്ല. ദുശ്ശീലങ്ങളിൽ നിന്നും മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിവായിട്ട് നിൽക്കണം. അത്തരം സന്ദർഭങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തടസ്സങ്ങളെ തടം ചെയ്ത് നല്ലവണ്ണം പ്രാർത്ഥനകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്നൊരു സൂചന തരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ രംഗത്തും നമുക്ക് വളർച്ച കൈവരിക്കുകയും സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് ഉയർച്ചയും എല്ലാ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ കാര്യസാധ്യവും എല്ലാം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ഈ വർഷം സന്താന ലബ്ധിയുള്ള വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ സന്താനങ്ങളൊക്കെ ആവാത്തവർക്കും അല്ലെങ്കിൽ സന്താനത്തിനായിട്ട് തയ്യാറെടുക്കുന്നവർക്കും ഒരു നല്ല വർഷമായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില മാതാവിനുള്ള ചില അരിഷ്ടതകളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് വലുതായിട്ട് നമുക്ക് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുരംഗത്ത് നിന്നും ചില വ്യക്തികൾക്ക് ചില അപകീർത്തികരമായിട്ടുള്ള ചില കാര്യങ്ങളോ അപവാദങ്ങളോ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചീത്ത കൂട്ടുകെട്ടുകള് മറ്റു കാര്യങ്ങള് എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്, ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അത് മുഖാന്തരം ചില വ്യവഹാരങ്ങളിൽ അകപ്പെടാനോ മനക്ലേശങ്ങൾ സംഭവിക്കാനോ ഒക്കെ സാധ്യത പ്രത്യേകിച്ച് ഈ വർഷം പറയുന്നൊരു കാര്യമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്ന് കാര്യമായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴേക്കും അത് നാനാവഴിക്ക് ചെലവായിട്ട് പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിക്കൊണ്ട് ശ്രമിക്കുക. വസ്തുവിന്റെ ആധാരങ്ങളും രേഖകളൊക്കെ കടത്തിൽ നിന്നും നമുക്ക് വീണ്ടെടുക്കാനായിക്കൊണ്ട് സാധിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ പുതിയ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയോ
പുതിയ സാഹചര്യങ്ങളിലേക്ക് കടന്ന് അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കും. എല്ലാം ഒരു ബഡ്ജറ്റിൽ ഒതുക്കിക്കൊണ്ട് ചെയ്യുന്ന വർഷം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പ് ധാരാളം ഉണ്ടാവും ഈ വർഷം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ ക്രമേണ നമുക്ക് ക്രമരംഗത്ത് അഭിവൃദ്ധി, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി, വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ എത്തിപ്പെടാനുള്ള യോഗങ്ങൾ, ഗവൺമെന്റ് തലത്തിലുള്ളതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് തുലാരാശിക്കാർക്ക് ഈ വർഷം കാണുന്നത്. അതുപോലെ നല്ല സെൻട്രൽ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് സാധ്യത ഈ വർഷം സൂചിപ്പിക്കുന്നു. വിവാഹ മംഗളകർമ്മങ്ങൾ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം നല്ല വിവാഹ മംഗളകർമ്മങ്ങളെല്ലാം വന്നു ചേരുകയും, നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഐക്യവും സമാധാനവും സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്തുള്ള അശാന്തിയൊക്കെ മാറി ഐക്യത്തോടും സമാധാനത്തോടു കൂടിയും ഇരിക്കാനും ദമ്പതികൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാനും പ്രവർത്തിക്കാനും എല്ലാം സാഹചര്യം ഉണ്ടാവും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകിച്ച് കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഗ്രഹത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ശുഭകാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബാധ്യതകളൊക്കെ ഒഴിവാക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ബാധ്യതകളൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. അതേപോലെ പുതിയ സ്ഥലം വാങ്ങിക്കുകയോ ഗൃഹനിർമ്മാണാദി കാര്യങ്ങളൊക്കെ ചെയ്യുകയോ വസ്തു ക്രയവിക്രയങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടൊരു വർഷമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ലാഭകരമായിട്ടുള്ള ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. വാണിജ്യം, വ്യവസായം മുതലായിട്ടുള്ള മേഖലകൾ അഭിവൃദ്ധിപ്പെടാനും, പ്രത്യേകിച്ച് വിദേശ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ട് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശ ജോലികളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്കും ഒക്കെ ഒരു നല്ല വർഷമായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സാധ്യതകൾ ഈ വർഷം വന്നു ചേരും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, ജോലിയിൽ പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കാം, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ സമയത്ത് പറയുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങള്, അംഗീകാരങ്ങള്, പ്രത്യേകിച്ച് എന്തെങ്കിലും ചില അവാർഡുകളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതകളും ഈ വർഷം സൂചിപ്പിക്കുന്നു. അതേപോലെ കാര്യസാധ്യം ഉണ്ടാവും, ദൂരദേശ യാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ആത്മീയപരമായിട്ടുള്ള യാത്രകള്, തീർത്ഥാടനങ്ങളൊക്കെ ഈ വർഷം ധാരാളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാനും അത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയി ദർശനം ചെയ്യാനും ഉള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവും എന്നുള്ള ഒരു സൂചന പ്രത്യേകിച്ച് നമുക്ക് സൂചിപ്പിക്കും. നല്ല ഗുരുജനങ്ങളൊക്കെ കണ്ടുമുട്ടാനും പ്രത്യേകിച്ച് ആത്മീയപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനും പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഈ വർഷം തുലാരാശിക്കാർക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പൊ എല്ലാ തുലാരാശിക്കാർക്കും ഈ ഒരു അറിവുകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വർഷം എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവാനായിക്കൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.